ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഞാൻ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ച്. ഇനി ഒന്ന് 3 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം നേരം ഉറങ്ങാൻ നേരമില്ല. ഒന്ന് എണീറ്റ് ഫ്രഷായി ഒന്ന് താടിക്കൊന്ന് ട്രിം ചെയ്ത് വേഗം റെഡിയായി നേരെ എയർപോർട്ടിലേക്ക്. ആകെ 2 ബാക്ക് പാക്കേഴ്സ് ഉള്ളതുകൊണ്ട് ടാക്സി ഒന്നും വിളിക്കുന്നില്ലെന്ന് ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് ബസ്സിൽ നിന്ന് നേരെ സ്റ്റേഡിയം മെട്രോയിലേക്ക്, പിന്നെ അവിടുന്ന് ടെർമിനൽ 3യിലേക്ക്. ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഏത് മുക്കും മൂലയിലും ബസ്സോ അല്ലെ മെട്രോ വഴി എത്തിച്ചേരാൻ പറ്റും. പോകുന്ന വഴിയിലാണ് എൻ്റെ ടിക്കറ്റ് കൺഫേമായി ബോർഡിംഗ് പാസ് മെയിൽ വരുന്നത്. കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ എമിറേറ്റ്സിൽ ഞങ്ങൾക്ക് 2 ടിക്കറ്റാണുള്ളത്. ഒന്ന് ആനുവൽ ടിക്കറ്റും ഒന്ന് കൺസെഷൻ ടിക്കറ്റും. ആനുവൽ ടിക്കറ്റ് വർഷത്തിൽ ഒന്നേ കിട്ടുള്ളൂ. കൺസെഷൻ ടിക്കറ്റ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഈ കൺസെഷൻ ടിക്കറ്റ് പ്രത്യേകം വെച്ചാൽ ചെറിയ പൈസ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ 230 റംസേ വൺ വേ ആവുള്ളൂ. പക്ഷേ അതിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ടിക്കറ്റ് സീറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കൺഫേം അത് ലാസ്റ്റ് അവേഴ്സിലാണ് കൺഫേം ആകുക. ഇപ്പോൾ കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നോക്കി നമുക്ക് എത്ര സീറ്റ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട് എന്ന് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് നേരെ എയർപോർട്ടിൽ പോയാൽ മതി. പിന്നെ ഞാൻ കൂടുതലും ബാംഗ്ലൂരാണ് ചൂസ് ചെയ്യാറുള്ളത്. കാരണം ബാംഗ്ലൂർക്ക് 3 ഫ്ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നേരെ മുക്കത്തേക്ക് ബസ്സിൽ മുക്കം അത് തന്നെയാണ് നമ്മളെ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും മുക്കം. ടെർമിനൽ 3 ഇറങ്ങി നേരെ സ്റ്റാഫ് കൗണ്ടറിൽ പോയി അവിടെ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്തു. അവിടെ ആകുമ്പം സ്റ്റാഫ് ഉള്ളതുകൊണ്ട്, സ്റ്റാഫ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അധികം റഷ് ഉണ്ടാവില്ല. നമുക്ക് നേരെ ബാഗ് ഡ്രോപ്പ് ചെയ്യാം, ടാഗ് ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞിട്ട് നേരെ ഇമിഗ്രേഷൻ, അത് കഴിഞ്ഞ് നേരെ ഗേറ്റിലേക്ക്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഗേറ്റിലേക്ക് നടന്നു. കാരണം അധികം അവിടെ നിന്നും തിരിഞ്ഞ് കളിക്കാനുള്ള നേരമില്ല. കാരണം ദുബായ് ട്രിപ്പിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് നേരെ ഗേറ്റിൽ, കാരണം ഗേറ്റ് കുറച്ച് ടെൻഡിലാണ്. അവിടെ പോയപ്പോൾ തന്നെ ഓൾറെഡി സ്റ്റാർട്ടിങ് ചെയ്തിരുന്നു. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ നോക്കി പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറ്റിട്ടു. പിന്നെ ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ തന്നെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബോർഡിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ വേഗം പോയി കയറി. കാരണം എനിക്ക് എമിറേറ്റ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലെത്തി കഴിഞ്ഞാൽ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. അപ്പം വേഗം പോയി ഇരുന്നാൽ തന്നെ നമുക്കൊരു ഫിലിമൊക്കെ കണ്ടു തുടങ്ങി ഒരു പകുതിയായപ്പോൾ തന്നെ ക്യാബിൻ ക്രൂ ഒന്ന് ഫുഡൊക്കെ തന്നു. അത് ബോസ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഫിലിം ഞാൻ ഫുള്ള് കണ്ടു തീർത്തു. അടുത്ത ഫിലിമിൻ്റെ ഒരു ഇംഗ്ലീഷ് പടം എടുത്തു. അതും പകുതി ആവുമ്പോഴത്തേക്ക് ബാംഗ്ലൂരെത്തി. അപ്പം എന്നാൽ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക.